അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ നബിയിൽ മുസ്തഫ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. തക്വീനിനെ കുറിച്ചുള്ള ചർച്ച പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി തക്വീൻ എന്ന അള്ളാഹുവിൻ്റെ സിഫത്ത് അസലിയാണ് എന്ന് തെളിയിക്കുകയായിരുന്നു നമ്മൾ. ഈ ചർച്ചയിലുടനീളം 3 അഭിപ്രായങ്ങളാണ് നമ്മൾ അഭിമുഖീകരിച്ചത്. ഏറ്റവും ആദ്യമായി ഫിലോസഫേഴ്സിൻ്റെ ഒരു വാദം, അള്ളാഹുവിൻ്റെ സിഫത്തുകൾ മാത്രമല്ല അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ പ്രപഞ്ചത്തിലെ ചില വസ്തുക്കളും കദീമാണ് എന്ന ഒരഭിപ്രായം. 2, അബുൽ ഹുദൈൽ പറയുന്ന ഒരഭിപ്രായം, അഥവാ തക്വീന് എന്ന പേർട്ടിക്കുലർ സിഫത്ത്, തക്വീന് കുടികൊള്ളുന്നത് മുക്കവ്വിനിലല്ല. മുക്കവ്വിൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു, മുക്കവ്വിനിലല്ല മുക്കവ്വനിലാണ്, അഥവാ അള്ളാഹു സൃഷ്ടിച്ച വസ്തുവിലാണ് ഈ തക്വീന് കുടികൊള്ളുന്നത്. 3ാമത്തെ അഭിപ്രായം മാതുരീദി മദ്ഹബിന് വിരുദ്ധമായി മുഹക്കിക്കീങ്ങൾ പുലർത്തുന്ന അഭിപ്രായമാണ്. അഥവാ തക്വീൻ എന്ന് പറയുന്നത് ഹക്കീക്കിയായ സിഫത്തല്ല, അതൊരു ഇലാഫത്താണ്, ഒരു എത്തിബാറുൻ അഖ്ലിയയാണ്. ഈ 3 അഭിപ്രായങ്ങൾക്കും മറുപടി പറയുകയാണ് ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ക്ലാസ്സിൽ. നമുക്കറിയാം ഉമറുൻ നസഫി മാതുരീദിയാണ്. അതുകൊണ്ട് തന്നെ മാതുരീദി മദ്ഹബിൻ്റെ അഭിപ്രായമായ സിഫത്തുൻ ഹക്കീക്കിയ, തക്വീൻ ഒരു സിഫത്തുൻ ഹക്കീക്കിയാണ് എന്ന നിലപാടാണ് ഇവിടെ ഉമറുൻ നസഫി പുലർത്തുന്നത്. നമുക്ക് മുന്നോട്ട് പോകാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ ഏറ്റവും ആദ്യമായി നാം ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കിയാണ്. ഇദാ അസ്ബത്നാ സുദൂറൽ ആലമി അനിസാനായി, ലോകമുണ്ടായത് അള്ളാഹുവിലൂടെയാണ്, അള്ളാഹുവിൽ നിന്നാണ് എന്ന് തെളിയിച്ചാൽ, അതെങ്ങനെ ഉണ്ടായത്? ബിൽ ഇഖ്തിയാരി, അള്ളാഹുവിൻ്റെ ഇഷ്ടപ്രകാരമാണ്, ദൂനൽ ഈജാബി, അള്ളാഹുവിനാരും നിർബന്ധിച്ചിട്ടല്ല എന്നു നമുക്ക് തെളിയിക്കാൻ പറ്റിയാൽ, നമ്മൾ തെളിയിച്ചാൽ, അപ്പോൾ അത് അള്ളാഹുവിനൊരു നിർബന്ധമായിരുന്നു എന്ന് വാദിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ടുകൂടിയാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ലോകമുണ്ടായത് അള്ളാഹുവിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് എന്ന് തെളിയിച്ചാൽ, അപ്പോൾ അതിന് ഒരുപാട് തെളിവുകളുണ്ടാവും. പക്ഷേ ഏത് തെളിവ് സഹിതമാവരുത്? ബി ദലീലിൻ ലാ യതവഖഫു അലാ ഹുദൂസിൽ ആലമി, ലോകം ഹാദിസാണ് എന്ന തെളിവ് ഉപയോഗിച്ചാവരുത്. അത് അള്ളാഹുവാണ് ഈ ലോകത്തെ ഉണ്ടാക്കിയത് എന്നുള്ളതിന് തെളിവായിട്ട് എന്തുകൊണ്ട് വരരുത്? ലോകം ഹാദിസാണല്ലോ എന്ന തെളിവല്ല, അതാവരുത്. അപ്പോൾ അതല്ലാത്ത മറ്റൊരു തെളിവ് വഴി നമ്മൾ അള്ളാഹുവിലൂടെ, അള്ളാഹുവിൻ്റെ ഇഖ്തിയാർ വഴിയാണ് ലോകം ഉണ്ടായത് എന്ന് തെളിയിച്ചാൽ കാനൽ കൗലു, അപ്പോൾ നമ്മുടെ വാക്കാവും എന്ത്? ബി തഅല്ലുക്കി വുജൂദിഹി, ഈ ലോകമുണ്ടായി എന്നുള്ളതിനെ ബന്ധിപ്പിക്കുന്ന നമ്മുടെ വാക്ക്. എന്തിനോട് ബന്ധിപ്പിക്കുന്ന? ബി തക്വീനില്ലാഹി തആല, ലോകമുണ്ടായത് അള്ളാഹു ഉണ്ടാക്കിയിട്ടാണ് എന്ന് പറയുന്ന ആ ഒരു വാക്കുണ്ടാവുമല്ലോ. ലോകമുണ്ടായത് എങ്ങനെയാണ്? അള്ളാഹു ഉണ്ടാക്കിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ തെളിവ് വേറെ എന്തെങ്കിലും നമ്മൾ കൊണ്ടുവരണം. എത്രയോ തെളിവുകൾ നമ്മളില്ലേ. ലോകമുണ്ടായത് അള്ളാഹു ഉണ്ടാക്കിയിട്ടാണ് എന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റിയാൽ അത് എന്തുകൂടി സമ്മതിക്കലാണ്? കൗലം ബി ഹുദൂസിഹി, ഈ തക്വീൻ അല്ലാത്ത മുക്കവ്വന്, ലോകം എന്നുള്ളത് ഹാദിസാണ് എന്നുള്ളതിനുള്ള തെളിവ് കൂടിയായി മാറുകയാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അള്ളാഹു, ഇതാണ് ഇതിലേക്ക് വരികയാണ്, അള്ളാഹു ഉണ്ടാക്കിയതാണ് ലോകം. ഓക്കെ, ഇതിനൊരു തെളിവ് കൊണ്ടുവരിക. പല തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്, ഒരു തെളിവ് കൊണ്ടുവരിക. അങ്ങനെ തെളിവ് സഹിതം നമുക്കത് തെളിയിക്കാൻ കഴിഞ്ഞാൽ, അള്ളാഹു ഉണ്ടാക്കിയതാണ് ലോകം എന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ ലോകം ഹാദിസാണ് എന്നുകൂടി നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഒരു ചെറിയ കാര്യം അവിടെ പറഞ്ഞതാണ്. ഇനി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില മറുപടികളിലേക്ക് പോവുകയാണ്. ഏറ്റവും ആദ്യമായി ഫിലോസഫേഴ്സിൻ്റെ വാദത്തിന് മറുപടി. വമിൻഹാ ഹുന യുഖാൽ, ഇവിടെ നമുക്ക് പറയപ്പെടും അത്തൻസീസു അലാ കുല്ലി ജുസ്ഇൻ മിൻ അജ്സാഇൽ ആലമി. ഇവിടെ മുകളിൽ മത്തിനിൽ പറഞ്ഞല്ലോ ലോകവും ലോകത്തിലുള്ള എല്ലാ ജുസ്ഉകളും എന്ന് പറഞ്ഞു. അവിടെ എന്തിനാ അങ്ങനെ പറയേണ്ട ആവശ്യം എന്ന് ചോദിച്ചാൽ അതാ. അപ്പോൾ അല കുല്ലു ജുസ്ഇൻ മിൻ അജ്സാഇൽ ആലം എന്ന് വ്യക്തമായിട്ട് മുസന്നിഫ് പറഞ്ഞത് ഇഷാറത്തുൻ ഇല റദ്ദി അലാമൻ സഅമ ഖിദമ ബഅദിൽ അജ്സാഇ, ചില ജുസ്ഉകൾ ഖദീമാണ് എന്ന് വാദിക്കുന്നവർക്ക് മറുപടി പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഉദാഹരണം ഹയൂല, കൽ ഹയൂല, ഹയൂല ഖദീമാണ് എന്ന് പറയുന്ന ആളുകളാണ് ഫിലോസഫേഴ്സ്. ഫഹും ഇന്നമാ യഖൂലൂന ബിഖിദമിഹ, അപ്പോൾ അവർ ഈ ഹയൂല ഖദീമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ബിമഅന അദമിൽ മസ്ബൂഖിയത്തി ബിൽ അദമി, ഈ ഹയൂലക്ക് മുമ്പ് ഇല്ലായ്മ എന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നില്ല എന്ന അർത്ഥത്തിലാണ് ഹയൂല ഖദീമാണ് എന്നവർ പറയുന്നത്.
അല്ലാതെ ഏതർത്ഥത്തിലല്ല. ലാ ബിമാന അദമ തക്വീനിഹി ബിൽ ഗൈരി, മറ്റൊരാൾ ഉണ്ടാക്കിയത് അല്ല എന്ന അർത്ഥത്തിലല്ല ഹയൂലെ. അതുപോലും സമ്മതിക്കുന്നുണ്ട്, ഹയൂലെ ഒരാൾ ഉണ്ടാക്കിയതാണ് എന്നുള്ളത്. അപ്പോൾ മറ്റൊരാൾ ഉണ്ടാക്കിയതല്ല എന്ന അർത്ഥത്തിലല്ല ഹയൂല ഖദീമാണ് എന്നോല് പറയുന്നത്, മറിച്ച് ഹയൂലക്ക് മുമ്പ് ഇല്ലായ്മ എന്നൊരവസ്ഥ ഉണ്ടായിരുന്നില്ല എന്ന അർത്ഥത്തിലാണ് ഓല് പറയുന്നത്. അപ്പോൾ ഇവിടെ ആർക്കെങ്കിലുമൊക്കെ സംശയം ഉണ്ടാവും, തക്വീനായി എന്നുള്ളത് അല്ല മുക്കവ്വനായി എന്നുള്ളത് കൊണ്ട് മാത്രം ഹയൂല ഖദീമല്ലാതിരിക്കൂലല്ലോ എന്ന ചോദ്യത്തിന് മറുപടി കൂടിയാണ്. അതിലേക്കൊരു സൂചന എന്നുള്ള രൂപത്തിലാണ് കുല്ലും മിൻ അജ്സാഇൽ ആലം എന്ന് മുസന്നിഫ് ഉപയോഗിച്ചത്. അപ്പോൾ അതുവഴി ആ ഓളുടെ അഭിപ്രായത്തിന് കൂടി എതിരായി. ഇനി അടുത്തത് ഈ മുഹക്കിക്കീങ്ങൾക്കുള്ള മറുപടിയാണ്. മുഹക്കിക്കീങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ അശ്അരികൾ, മാതുരീദികൾ മറുപടി കൊടുക്കുകയാണ്. അന്നാലാ നുസല്ലിമു അന്നഹു ലാ യതസവ്വറു തക്വീൻ ബിദൂന വുജൂദിൽ മുക്കവ്വൻ. നമ്മൾ സമ്മതിക്കുന്നില്ല. എന്ത് സമ്മതിക്കുന്നില്ല? മുക്കവ്വൻ ഇല്ലാതെ തക്വീന് തസവ്വുറാവൂല എന്ന വാദത്തെ നമ്മൾ സമ്മതിക്കുന്നില്ല. മുക്കവ്വൻ ഉണ്ടെങ്കിൽ മാത്രമേ തക്വീനിനെ നമുക്ക് മനസ്സിലാവുള്ളൂ. ലോകത്തൊരു വസ്തു ഉണ്ടെങ്കിൽ മാത്രമേ തക്വീനി എന്ന പ്രോസസ്സിനെ മനസ്സിലാകുള്ളൂ എന്ന വാദം നമ്മൾ അംഗീകരിക്കുന്നത്. എന്താ അങ്ങനെ ഒരു നിർബന്ധം? എന്തിനാ? അങ്ങനെയൊന്നുമില്ല. പിന്നെ എന്തും സമ്മതിക്കുന്നില്ല. ഇന്ന വിസാനഹു മഅഹു, ഈ തക്വീനും മുക്കവ്വനും അന്ന വിസാനഹു, ഈ തക്വീനിൻ്റെ ആ ഒരു ബന്ധം അല്ലെങ്കിൽ ആ ഒരു അളവ് മഅഹു ആരോടുകൂടെ? മുക്കവ്വനോട് കൂടെ. ഏതുപോലെയാണ്? വിസാനിൽ ലർബി മാൽ മദ്റൂബി, ലർബും മദ്റൂബും തമ്മിലുള്ള ബന്ധമാണ് തക്വീനും മുക്കവ്വനും തമ്മിലുള്ള ബന്ധം എന്നും നമ്മൾ അംഗീകരിക്കുന്നില്ല. ഫഇന്ന ലർബ, കാരണം എന്താ? ലർബ് എന്ന് പറയുന്നത് സിഫത്തുൻ ഇലാഫിയത്തുൻ, അത് ഇലാഫിയായ ഒരു സിഫത്താണ്. ലർബ് എന്നുള്ളത് ഇലാഫിയായ ഒരു സിഫത്താണ്. ലാ യതസവ്വറു ബിദൂനൽ മുലാഫൈനി, ഒരു രണ്ട് മുലാഫുകൾ ഉണ്ടായാലേ ഈ ലർബ് മനസ്സിലാവുള്ളൂ. ഏതൊക്കെ രണ്ട് മുലാഫുകൾ? ഒന്ന് ലാരിബ്, മറ്റൊന്ന് മദ്റൂബ്. അപ്പോൾ അടിക്കുന്നവനും അടിക്കപ്പെടുന്നവനും ഉണ്ടെങ്കിലേ ലർബ് മനസ്സിലാവുള്ളൂ. അയിനി അല്ലാരിബ് വൽ മദ്റൂബ്. പക്ഷേ സിഫത്ത് ഒരു ഇലാഫിയായ തക്വീന് ഒരു ഇലാഫിയായ സിഫത്തല്ല, മറിച്ച് തക്വീനു സിഫത്തുൻ ഹഖീഖിയത്തുൻ, ഇതൊരു ഇലാഫിയായ സിഫത്തല്ല, ഹഖീഖിയായ സിഫത്താണ്. അപ്പോൾ ആർക്കും മറുപടിയായി, മുഹക്കിങ്ങൾക്ക് മറുപടിയായി. അപ്പോൾ അത് ഹഖീഖിയായ സിഫത്താണ് തക്വീന്. മാത്രവുമല്ല ഹിയ മബ്ദഉൽ ഇലാഫ. ഇനി ആർക്കെങ്കിലും ഇലാഫത്താണെന്ന് തോന്നുകയാണെങ്കിൽ ഇലാഫത്തല്ല, മറിച്ച് ഇലാഫത്തിൻ്റെയും തുടക്കമാണ്. ഇലാഫത്ത് എന്നതിനെ വിളിക്കാൻ പറ്റില്ല. ഇലാഫത്ത് ചെയ്യാൻ പറ്റുന്ന വസ്തുക്കളുടെ തുടക്കമാണ് തക്വീന്. കാരണം തക്വീനിൽ നിന്നല്ല എല്ലാം ഉണ്ടാവുന്നത്. അല്ലത്തി എന്താ എന്ന് വെച്ചാൽ എന്താ? ഹിയ ഇഖ്റാജുൽ മഅദൂമി മിനൽ അദമി ഇലൽ വുജൂദി, ഇതുവരെ ഇല്ലാതിരുന്ന ഒരു വസ്തുവിനെ ഇല്ലായ്മയിൽ നിന്ന് ഉണ്മയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് തക്വീൻ എന്ന് പറഞ്ഞാൽ അർത്ഥം. അപ്പോൾ എല്ലാത്തിൻ്റെയും തുടക്കമാണ്, ഒരിക്കലും ഇലാഫിയായ ഒരു സിഫത്ത് അല്ല. ലാ ഐനഹ, ഇലാഫത്തിൻ്റെ ഐനല്ല, ഇലാഫത്തിൻ്റെ തുടക്കമാണ് എന്ന്. ഇലാഫത്തിൻ്റെ ഐനാണ് എന്നാണ് മുഹക്കിക്കീങ്ങൾ പറഞ്ഞത്, എന്നാൽ ഇലാഫത്തിൻ്റെ ഐനല്ല. ഇത് ഇലാഫത്തിൻ്റെ ഐനല്ല എന്ന് പറഞ്ഞാൽ ഇലാഫത്തായ സിഫത്തല്ല, മറിച്ച് അതിൻ്റെയൊക്കെ തുടക്കമാണ്. കാരണം ലൗ കാനത്ത് ഐനഹ, എങ്ങാനും തക്വീന് ലൗകാനത്ത് തക്വീനായിരുന്നുവെങ്കിൽ ഐനഹ, ഈ ഇലാഫത്തിൻ്റെ ഐനായിരുന്നുവെങ്കിൽ അഥവാ ഇലാഫത്ത് തന്നെയായിരുന്നുവെങ്കിൽ അലാമ വഖഅഫി ഇബാറത്തിൽ മശായിഖ്, ഈ മുഹക്കിക്കീങ്ങളായ മശായിഖന്മാരുടെ മദ്ഹബിലൊക്കെ വന്നതുപോലെ ഇതൊരു ഇലാഫത്താണ് എന്നായിരുന്നുവെങ്കിൽ ലക്കാനൽ ഖൗലു ബി തഹഖുഖിഹാ ബിദൂനൽ മുക്കവ്വനി, അപ്പോൾ ഈ തക്വീനിനെ മുക്കവ്വൻ ഇല്ലാതെ പറയുക എന്നുള്ളത്, ലക്കാനൽ ഖൗലു പറയുക എന്നുള്ളതാകും ബി തഹഖുഖിഹ, ഈ തക്വീനിനെ തഹഖുഖാക്കൽ കൊണ്ട് പറയുക എന്ന് പറഞ്ഞാൽ തക്വീനെ കുറിച്ച് പറയുക എന്നുള്ളതാകും. ബിദൂനൽ മുക്കവ്വൻ ഇല്ലാതെ പറയുക എന്നുള്ളത് മുക്കാബറത്തൻ വ ഇൻകാറൻ ലിൽ ലറൂറി, എല്ലാവർക്കും അറിയുന്ന ഒരു സത്യത്തെ എതിർക്കലും അതുപോലെ തന്നെ തിമ്മർട്ട് കാട്ടലുമായി മാറും. എല്ലാവർക്കും അറിയാലോ. ഇലാഫത്താണെങ്കിൽ പിന്നെ ആര് കൂടെ വേണം? മുലാഫ് കൂടെ വേണം എന്നുള്ളത് എല്ലാവർക്കും അറിയില്ലേ. പിന്നെ ഓരോരുത്തരും ഇങ്ങനെ പറയും ചെയ്യുക, ഒരു ഇലാഫത്താണെന്ന് പറയും ചെയ്യുക, മുലാഫിനോട് ചേർക്കാൻ പറ്റൂല എന്ന് പറയുന്നത് എന്ത് തെറ്റാണ്? അപ്പോൾ മശായിഖന്മാരുടെ അടുത്ത് അവിടെ ഒരു പിഴവ് വന്നിക്കണമെന്നാണ് മാതുരീദികൾ പറയുന്നത്. ഒരിക്കലും ഇലാഫത്താണെങ്കിൽ ലർബും അലറൂബും പോലെ തന്നെ ആയിരിക്കും. അപ്പോൾ തക്വീനെ കുറിച്ച് അറിയണമെങ്കിൽ ആര് വേണം? മുക്കവ്വന് വേണ്ടി വരും. അപ്പോൾ മുക്കവ്വന് ഹാദിസാണ്. അപ്പോൾ മുക്കവ്വൻ്റെ കൂടെ തക്വീനുള്ളെങ്കിൽ തക്വീനും ഹാദിസാവും എന്നാണ് ഇപ്പോൾ മാതുരീദികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫലാ യുന്തഫഉ, എന്നിട്ട് ഓല് പറയും കൂടിയും ചെയ്യുകയാണ്. ഇനി ഇതിപ്പോൾ ആർക്ക് മറുപടിയാണ് പറയുന്നത്? ഈ മശായിഖന്മാർക്ക് മുഹക്കിക്കീങ്ങൾക്കുള്ള മറുപടിയാണ് പറയുന്നത്. എന്നിട്ട് അവരോട് പറയുകയും കൂടി ചെയ്യാണ്. ഫലാ യുന്തഫഉ, നിങ്ങൾ എത്ര തട്ടാൻ ശ്രമിച്ചാലും തട്ടിപ്പോവില്ല. ബിമാ യുഖാലു, നിങ്ങൾ എന്താ മാക്സിമം പറയുക? തക്വീന് ഹാദിസാണ് എന്ന് പറയുന്നവർക്ക് മറുപടിയായിട്ട് നിങ്ങൾ എന്താ മാക്സിമം പറയുക? അന്നൽ ലർബ അറളും മുസ്തഹീലുൽ ബഖായി,
ശേഷിക്കുക എന്നുള്ളത് മുസ്തഹീലായ ഒരു അറലാണ്, എന്നെന്നും നിലനിൽക്കുക എന്നുള്ളത് അസംഭവ്യമായ ഒരു അറലാണ് ലർബ് എന്നേ കാര്യങ്ങൾ പറയാം. ഫലാബുദ്ധമിൻ താലുക്കിഹി, അപ്പോൾ ലർബ് ബന്ധപ്പെടൽ നിർബന്ധമാണ് ബിൽ മഫ്ഊലുമായിട്ട്. ഓക്കെ, അപ്പോൾ വസ്ലുൽ അലമി ഇലൈഹി മിൻ വുജൂദിൽ മഫ്ഊലിമാഹു, അപ്പോൾ പിന്നെ എന്തിനോട് കൂടി ബന്ധപ്പെടേണ്ടി വരും? വസ്ലിൽ അലമി, വേദന എത്തുക എന്നുള്ളതും, ഇലൈഹി ഈ അടിക്കപ്പെട്ട ആളിലേക്ക്, മിൻ വുജൂദിൽ മഫ്ഊലിമാഹു ലർബ് വരുന്നതോടുകൂടെ. അപ്പോൾ ലർബ് എന്ന് പറഞ്ഞാൽ ലർബ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ഉണ്ടാവുക? മൽറൂബ് ഉണ്ടാവുമ്പോഴാണ് ഉണ്ടാവുക, ശരിയാണ്. അതേപോലെ തന്നെ ആ വേദന ഉണ്ടാവുമ്പോഴാണ് വേദന അതിൻ്റെ ഭാഗമായിട്ട് വരികയും കൂടി ചെയ്യുകയാണ് എന്നുള്ളതാണ് ലർബിനെ കുറിച്ച് നിങ്ങൾ പറയാം. ഇത് ലൗ തഅഖറ, അപ്പോൾ ഇത് ലൗ തഅഖറ മുക്കവ്വന് പിന്താൻ പാടില്ല, മുക്കവ്വന് പിന്താൻ പാടില്ല. ആര്? തക്വീനിൻ്റെ കൂടെ തന്നെ മുക്കവനും വേണം, എന്നാലല്ലേ ഇപ്പോൾ മലറൂബ് പിന്താൻ പാടില്ല. ലർബിൻ്റെ കൂടെ തന്നെ മലറൂബ് വേണം, അല്ലാതെ അടിക്കപ്പെടാൻ ഒരാളില്ലാതെ എങ്ങനെ അടിക്കുക? അപ്പോൾ മലറൂബും ലർബും ഒരുമിച്ച് വേണം, ശരിയാണ്. എന്നാൽ ഇതിലോ തഅഖറ മുക്കവ്വൻ എങ്ങാനും മലറൂബ് എങ്ങാനും ലർബിനേക്കാൾ പിന്തിയാൽ, ഇതിലോ തഅഖറ ഈ മലറൂബ് എങ്ങാനും ലർബിനേക്കാൾ പിന്തിയാൽ ലൻ ആദമ, അവിടെ ലർബന്നെ ഇല്ലാതായി മാറും. അവിടെ ലർബും മലറൂബും ഒരുമിച്ച് വേണം, ശരിയാണ്. അവിടെ അങ്ങനെ ആയിരിക്കും നിങ്ങൾ മറുപടി പറയാം. എന്നാൽ വഹു ബി ഖിലാഫിൽ ഫെയിലിൽ ബാരി, അള്ളാഹുവിൻ്റെ ഫെയിലിന് നേരെ ഓപ്പോസിറ്റാണിത്. ഫഇന്നഹു അസലിയും, കാരണം അള്ളാഹുവിൻ്റെ ഫെയിലുകൾ എന്ന് പറയുന്നത് അസിലിയാണ്. വാജിബുദ് ദവാമി, എപ്പോഴും ശേഷിക്കേണ്ടതാണ്. യബഖി ഇലാ വക്തി വുജൂദിൽ മഫ്ഊലിൻ്റെ വക്ത് വരെയും അത് ശേഷിക്കും, തുടർന്നുമൊക്കെ അങ്ങോട്ടൊക്കെ ശേഷിക്കും എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. എന്നീ കാര്യങ്ങൾ മറുപടി അറിയാം, ആ മറുപടിക്ക് ഒരു രസം ഉണ്ടാവില്ല എന്നാണ് മാതുരീദികൾ പറയുന്നത്. അപ്പം ഫലായുന്തഫ എന്നുള്ളത് ആരോട് പറയുകയാണ്? നമ്മുടെ മാതുരീദികൾ അശ്ശരികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അൽ ഹാസില് എന്നുള്ളത് ഇപ്പോൾ മൊത്തത്തിലൊന്ന് ചുരുക്കി പറഞ്ഞതാണ്, പക്ഷേ ഈ രത്ന ചുരുക്കം മനസ്സിലായിട്ടുണ്ടാവില്ല നിങ്ങൾക്ക്. അപ്പോൾ ഒന്നുകൂടി ഞാൻ 2 വരിയിൽ പറയുകയാണ്. ഓല് പറഞ്ഞ ഇതാണ്. ഏറ്റവും ആദ്യമായിട്ട് വൽഹാസിന് മുതൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് മുഹക്കിങ്ങൾക്ക് അല്ലെങ്കിൽ മശായിഖന്മാർക്ക് മറുപടി പറഞ്ഞതാണ് മാതുരീദികൾ. അവർ പറയുന്നത് ഈ തക്വീൻ എന്ന് പറയുന്ന സിഫത്ത് ഹക്കീക്കിയായേ മതിയാവും, ഇലാഫിയാവാൻ പാടില്ല. തക്വീനും ലർബും തമ്മിലുള്ള വ്യത്യാസം, തക്വീന് ഹക്കീക്കിയായ സിഫത്താണ്, ലർബ് ഇലാഫിയായ സിഫത്താണ്. ഇതാണ് ആരുടെ അഭിപ്രായം? മാതുരീദികളുടെ. എന്നിട്ട് ഓല് പറയാണ്, ചില പണ്ഡിതന്മാർ മശായിഖന്മാർ പറഞ്ഞു തക്വീൻ ഇലാഫിയത്താണ് എന്ന് പറഞ്ഞു. അത് ശരിയാവില്ല, ആ വാദം ശരിയാവില്ല. കാരണം എന്താണെന്നറിയോ? ഇലാഫിയാകുമ്പോൾ ആര് കൂടെ വേണ്ടി വരും? ഒരു മുലാഫ് കൂടെ വേണ്ടി വരും. തക്വീൻ ഉണ്ടാകുമ്പോൾ കൂടെ ഒപ്പം ആര് വേണ്ടി വരും? മുക്കവന് വേണ്ടി വരും. ഒരിക്കലും അതിനേക്കാളും പിന്താൻ പാടില്ല. ഇപ്പോൾ ലർബിൻ്റെ കാര്യം നോക്കിയും മലറൂബില്ലാതെ എങ്ങനെ ലർബ് ഉണ്ടാവുക? അതുപോലെ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങളെ വാദത്തിൽ തെറ്റുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മാക്സിമം പറയാൻ പറ്റുക, തക്വീന് ഹാദിസാണ് എന്നവരെ എതിർക്കാൻ വേണ്ടിയിട്ട് ഈ മശായിഖന്മാർക്ക്, മാതുരീദികളല്ലാത്ത മറ്റേ ഈ മുഹക്കിങ്ങൾക്ക് പറയാൻ പറ്റുന്നൊരു വാദം എന്തായിരിക്കും? അള്ളാഹുവിൻ്റെ സിഫത്ത് അസലിയ, അള്ളാഹുവിൻ്റെ ഫെയിലുകൾ അസലിയാണ്, മറ്റുള്ളതൊക്കെ ഹാദിസാണെന്നേ കാര്യം പറയാൻ പറ്റുക. അതിനെവിടെ നിങ്ങളെടുത്ത് തെളിവുള്ളത്? നിങ്ങൾ ഓല് പറയുന്ന മാതിരി തന്നെ അതും ഇലാഫിയാണെന്നല്ലേ നിങ്ങൾ പറയുന്നത്. ആ ഇലാഫി എന്നുള്ളതാണ് മാറ്റി നിർത്തിയാൽ മതി, എന്നാൽ നമ്മൾ രണ്ടാളും ഒരേപോലെയായി മാറും എന്നർത്ഥം. അപ്പോൾ ഈ 2 വിഭാഗത്തിനും മറുപടി കൊടുത്തു. ഇനി മൂന്നാമത്തത് അബുൽ ഹുദൈലിനുള്ള മറുപടിയാണ്. വഹുവ, തക്വീൻ എന്നുള്ളത് ഗൈറുൽ മുകവ്വനി ഇൻദന, തക്വീൻ എന്ന് പറഞ്ഞാൽ മുക്കവ്വനല്ല. അബുൽ ഹുദൈൽ അങ്ങനെ പറഞ്ഞു, മുക്കവ്വനല്ല എന്ന് പറഞ്ഞാൽ മുക്കവ്വനിൽ നിലനിൽക്കുന്നതല്ല. അബുൽ ഹുദൈൽ അങ്ങനെ പറഞ്ഞു. ലർബ് എന്നുള്ളത് മലറൂബിലാണ് നിലനിൽക്കുന്നത്. നമ്മൾ പറയൽ ലർബ് ലാരിബിലാണ് ലാരിബുണ്ട് മലറൂബുണ്ട്. അപ്പോൾ ലർബ് ആരിലാണ് നിലനിൽക്കുന്നത്? അടിക്കുന്നവനുണ്ട് അടിക്കപ്പെടുന്നവനുണ്ട്. അപ്പോൾ ലർബ് ആരിലാണ് നിൽക്കുന്നത്? അബുൽ ഹുദൈൽ പറയുന്നു മലറൂബിലാണ് നിൽക്കുന്നത്, നമ്മൾ പറയുന്നു ലാരിബിലാണ് നിൽക്കുന്നത്. എന്ന് പറഞ്ഞ മാതിരി തക്വീൻ എന്ന് പറയുന്നത് ആരിലാണ് നിലനിൽക്കുന്നത്? മുക്കവ്വനിലാണ് നിലനിൽക്കുന്നത് എന്നാണ് ആര് പറയുന്നത്? അബുൽ ഹുദൈൽ പറയുന്നത്. അതിന് നമ്മൾ പല രൂപത്തിൽ 4 രൂപത്തിലാണ് ഇതിന് മറുപടി കൊടുക്കുന്നത്. അത് ആ മറുപടിയിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് അതിൻ്റെ തുടക്കം പറയുകയാണെങ്കിൽ അന്നൽ ഫിഅല, കാരണം തക്വീൻ എന്ന് പറയുന്നൊരു ഫെയില്, തക്വീൻ്റെ ഒരു ഉദാഹരണമാണ്. ഒരു ഫെയില് യുഗായുറുൽ മഫ്ഊല, എപ്പോഴും മഫ്ഊലിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും. മഫ്ഊലും ഫെയിലും ഒന്നാവില്ല എന്ന് പറഞ്ഞ മാതിരി മുക്കവനും തക്വീനും ഒന്നല്ല. ബില്ലറൂറ കല്ലർബി മാൽ മലറൂബി, ലർബും മലറൂബും ഒന്നല്ലല്ലോ. വൽ അക്ലി മൽ മഅ്കൂലി, അക്ലും മഅ്കൂലും ഒന്നല്ലല്ലോ. അക്ലാണ് തിന്നലാണ്, മഅ്കൂലാണ് തിന്നപ്പെടുന്ന വസ്തുവാണ്, മീനാണ്. കാരണം വലി അന്നഹു കാരണം ഈ ഫിഅല് ലൗകാന നഫ്സൽ മുക്കവ്വനി, ആ ഫിഅല് തന്നെ അല്ലെങ്കിൽ തക്വീന് എന്നുള്ളത് തക്വീൻ തന്നെയാണ് മുക്കവ്വനെങ്കിൽ
ലസിമ അൻ യകൂനൽ മുക്കവ്വനു മുക്കവ്വനൻ മഖ്ലൂഖൻ ബിനഫ്സിഹി. അപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മുക്കവ്വനിനെ ഉണ്ടാക്കിയതാരാ? തക്വീനാണ്. അപ്പോൾ തക്വീൻ തന്നെയാണ് മുക്കവ്വന്. അപ്പോൾ ഈ മുക്കവ്വനിനെ ഉണ്ടാക്കിയതോ അത് അയാൾ തന്നെയാണെന്ന് വരും. എങ്ങനെ മലറൂബ്, അടിക്കപ്പെട്ട ഒരാൾ, അയാൾ ഉണ്ടാക്കിയത് ലർബാണ് അല്ലേ? അയാൾ അടിക്കപ്പെടാൻ കാരണം ലർബാണ്. ഈ ലർബ് തന്നെയാണ് മലറൂബെങ്കിൽ, ലർബ് തന്നെയാണ് മലറൂബെങ്കിൽ ആ ലർബിനുണ്ടാക്കിയത് ആരെന്നെ? ആ ലർബ് തന്നെയാണെന്ന് വരില്ലേ അല്ലേ? മലറൂബിനുണ്ടാക്കിയത് എന്തായാലും ലർബാണ്. അപ്പോൾ ആ ലർബ് തന്നെ മലറൂബും കൂടി ആവുകയാണെങ്കിൽ ആ ലർബിനുണ്ടാക്കിയതും ആ ലർബ് തന്നെയാണെന്ന് വരൂല്ലേ എന്നതാണ് പ്രശ്നം. എന്ന് പറഞ്ഞ മാതിരി മുക്കവ്വനിനെ ഉണ്ടാക്കിയത് തക്വീനാണ്. പിന്നെ ഈ തക്വീൻ തന്നെയാണ് മുക്കവ്വനെങ്കിൽ പിന്നെ തക്വീനിനെ ഉണ്ടാക്കിയതും തക്വീനിനാണ് വരില്ലേ? സ്വയം സൃഷ്ടിച്ചതാണ് തക്വീന് എന്ന് വരൂലേ എന്നാണ് പ്രശ്നം. വലി അന്നഹു, കാരണം തക്വീന് ലൗകാന നഫ്സൽ മുക്കവ്വനി, ഈ തക്വീൻ തന്നെയാണ് മുക്കവ്വനെങ്കിൽ, തക്വീൻ തന്നെയാണ് മുക്കവ്വനെങ്കിൽ ലസിമ യകൂനൽ മുക്കവ്വനു, ഈ മുക്കവ്വനായ തക്വീന് ആവണം മുക്കവ്വനൻ, അതും ഉണ്ടായിരിക്കണം. മഖ്ലൂഖൻ ബിനഫ്സി, സ്വയം ഉണ്ടായതാവണം. അങ്ങനെ ഉണ്ടാവും ഒരു വസ്തു സ്വയം ഉണ്ടാക്കിയത്, ആ വസ്തുവിനെ ഉണ്ടാക്കിയത് ആരാ? അത് ആ വസ്തു തന്നെയാണെന്ന് വരില്ലേ? ലറൂറത്ത അന്നഹു മുക്കവ്വനും ബി തക്വീനില്ലദി ഹുവ ഐനുഹു. കാരണം എന്താ? ഈ തക്വീനിനെ ഉണ്ടാക്കിയത് രണ്ടാമത്തെ മുക്കവ്വനിനെ ഉണ്ടാക്കിയത് തക്വീനായിരുന്നുവല്ലോ. രണ്ടാമത്തെ മുക്കവ്വനിനെ ശരിക്കുള്ള മുക്കവ്വൻ ഉണ്ടാക്കിയത് തക്വീനായിരുന്നു. ആ തക്വീൻ തന്നെയാണ് മുക്കവ്വൻ എന്ന് വന്നാൽ അതിനുണ്ടാക്കിയതും ഈ തക്വീൻ തന്നെയാണ് എന്ന് വരും. ഫയക്കൂനു കദീമൻ, അപ്പോൾ ഇത് അള്ളാഹുവിൻ്റെ മാതിരിയാവും. ഫയക്കൂനു കദീമൻ, അപ്പോൾ ഈ തക്വീന് എന്താകും? മുക്കവ്വന് കദീമായി മാറും. മുസ്തഗ്നിയൻ അനിസാനെ, ആ മുക്കവ്വനിന് അഥവാ ഒരു വസ്തു, ലോകത്തുള്ള ഒരു വസ്തു, അതിന് ഒരു സാനീൻ്റെ ആവശ്യമില്ല എന്ന് വരും. വഹു മുഹാലുൻ, അത് തെറ്റാണ്. ഒന്നും കൂടി പറയുകയാണെങ്കിൽ ഒരു മുട്ടായി, ആ മുട്ടായി എന്നുള്ളത് മുക്കവ്വനാണ്, അതിൻ്റെ തക്വീന് ഉണ്ടാക്കലാണ്. മുട്ടായി ഉണ്ടാക്കൽ, മുട്ടായി ഉൽപ്പാദിപ്പിക്കൽ. അപ്പോൾ ഈ ഉൽപ്പാദനവും മുട്ടായിയും ഒന്നാണ് എന്ന് പറഞ്ഞാൽ അല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തായി? ഉൽപ്പാദനം മുട്ടായിയായി മാറി, ഉൽപ്പാദനം എന്നുള്ള പ്രവർത്തനം എന്തായി മാറി? മുട്ടായിയായി മാറി. അപ്പോൾ ഈ ഉൽപ്പാദനം, മുട്ടായി എന്ന ഉൽപ്പാദനം അല്ലേ, അതിനുണ്ടാക്കിയതാരാ? അയാൾ തന്നെ എന്ന് വരും അല്ലേ? അപ്പോൾ മുട്ടായി എവിടെ പോയി? മുട്ടായിയും കദീമാണ്, ഉൽപ്പാദനവും കദീമാണെന്ന് വരും. അപ്പോൾ രണ്ടും കദീമാണെന്ന് വരും. അപ്പോൾ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും കദീമാവേണ്ടി വരും. അത് മുഹാലാണ്. തക്വീന് തന്നെ മുക്കവ്വനായുള്ള ഒരു പ്രശ്നമാണ് പറഞ്ഞത്, രണ്ടാമത്തെ പ്രശ്നം. അപ്പോൾ ഇങ്ങനെ ആവേണ്ടി വരും എന്നുള്ളതാണ്. 2 വ അല്ലാ യകൂന ലിൽ ഖാലിഖി, ഈ ലോകത്തെ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അള്ളാഹു ആവാതിരിക്കേണ്ടിയും വരും, അത് അള്ളാഹുവിന് ഉണ്ടാവാതിരിക്കേണ്ടി വരും. തഅല്ലുഖും ബിൽ ആലമി, ഈ ലോകവുമായിട്ട് ഒരു ബന്ധമില്ലാതിരിക്കേണ്ടി വരും. കാരണം ഒക്കെ ഓരോരുത്തരും അല്ലേ, ലോകത്തുള്ള ഓരോ വസ്തുക്കളെയും സൃഷ്ടിച്ചതാരാ? അതന്നെയാണ് എന്നല്ല ഇപ്പോൾ പറഞ്ഞു വരുന്ന മാതിരിയാവൂലേ ഇത്. അപ്പം പിന്നെ അള്ളാഹുവിന് ഈ ലോകവുമായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല. സിവ അന്നഹു, ഒറ്റ ബന്ധമേ ഉണ്ടാവുള്ളൂ. അന്നഹു അക്ദമു മിന്നു, എല്ലാത്തിൻ്റെയും മുമ്പുണ്ടായത് അള്ളാഹു ആണ് എന്നുള്ളൊരു ചെറിയ ബന്ധം മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ വഖാദിറുൻ അലൈഹി, അള്ളാഹുവിന് ഇതിൻ്റെ മേലൊക്കെ എന്തൊക്കെ ഒരു കഴിവുണ്ട്. നമുക്കൊക്കെ നമ്മുടെ അധീന പ്രദേശത്തുള്ള, അധീനതയിലുള്ള ആളുകളുടെ മേൽ കഴിവുള്ള പോലെ ചെറിയൊരു കഴിവ് അള്ളാഹുവിനുണ്ട്. മിൻ ഗൈരി സുൻഇ വ തഅ്സീരിൻ ഫീഹി, അല്ലാതെ സുൻഇ, നിർമ്മാണാത്മകമായ ഒരു സ്വാധീനം അള്ളാഹുവിന് ഈ ലോകത്തിൻ്റെ പേരിൽ ഉണ്ടാവില്ല. കാരണം എന്താ? ലറൂറ തകവ്വുനിഹി ബിനഫ്സിഹി, ലോകത്തുള്ള ഓരോ വസ്തുവും, അള്ളാഹു അടക്കം ലോകത്തുള്ള എല്ലാ വസ്തുക്കളും സ്വയം ഉണ്ടായതാണ് എന്നല്ല ഇപ്പോൾ അതിൻ്റെ അർത്ഥം വരിക. വഹാദാ ലാ യൂജിബു കൗനഹു ഖാലിഖൻ വൽ ആലമ മഖ്ലൂഖൻ ലഹു, അപ്പോൾ ഇതെന്ത് നിർബന്ധാക്കൂല? അള്ളാഹു ഖാലിഖും ലോകത്തുള്ളവർക്ക് അവൻ്റെ മഖ്ലൂഖും എന്ന ഒരു നിലവിലുള്ള അവസ്ഥയ്ക്ക് വിരുദ്ധമായി വരും അത്. ഫലാ യസിഹുൽ ഖൗലു, അപ്പോൾ എന്ത് ശരിയാവില്ല? ബി അന്നഹു ഖാലിഖുൽ ആലമി വസാനിഹു, അള്ളാഹു ആണ് ഈ ലോകത്തിൻ്റെ ഖാലിഖ്, അള്ളാഹു ആണ് ഈ ലോകത്തിൻ്റെ സ്വാനിഹ് എന്ന വാദം ശരിയാവില്ല. ഹാദാ ഖുൽഫുൻ, അതും തെറ്റാണ്. അടുത്തൊരു പ്രശ്നം, അല്ലാ യകൂന അല്ലാഹു തആല മുകവ്വിനൻ ലിൽ അശ്യാഇ, അള്ളാഹു ആയിരിക്കില്ല ഈ വസ്തുക്കളെ ഉണ്ടാക്കിയത്. നേരത്തെ പറഞ്ഞത് അള്ളാഹു ഖാലിക്കാവൂല എന്നാണ്. രണ്ടാമത്തത് അപ്പോൾ പിന്നെ ആരാണ് ഖാലിക്ക് എന്ന് വരണ്ടേ? അള്ളാഹു. രണ്ടാമത്തെ ന്യായം എന്താ? അള്ളാഹു ഈ വസ്തുക്കളൊന്നും, അള്ളാഹു ഒരു ഖാലിക്കു ആയിട്ടും ഈ ലോകത്തിൻ്റെ മേലൊരു തഅ്സീറുള്ള, ഒരു നിർമ്മാണാത്മകമായ സ്വാധീനമുള്ള ആളായിട്ട് അള്ളാഹു ഉണ്ടാവില്ല. അങ്ങനെ അടുത്തത് അല്ലാ യകൂന അല്ലാഹു തആല മുകവ്വിനൻ ലിൽ അശ്യാഇ, ഈ വസ്തുക്കളെ ഉണ്ടാക്കിയ ആൾ അള്ളാഹു അല്ല. കാരണം എന്താ? ലറൂറത്ത് അന്നഹു ലാ മഅനാലിൽ മുകവ്വനി, ലോകത്തുള്ള വസ്തുക്കൾക്കൊന്നും അർത്ഥമുണ്ടാവില്ല എപ്പോഴൊഴികെ ഇല്ലാമൻ കാമബിഹി തക്വീനു, അതിൽ തക്വീന് ഉൾക്കൊണ്ടാലൊഴികെ. കാരണം തക്വീന് മുക്കവന് ഒന്നാണെന്നാണല്ലോ ഇപ്പോൾ അബുൽ ഹുദയിൽ പറയുന്നത്. അപ്പോൾ എല്ലാ തക്വീൻ ഉണ്ടെങ്കിലും മുക്കവന് ഉണ്ടാവുന്നുള്ളൂ.
ഈ തക്വീനെ കിടക്കുന്നത് എവിടെ? മുക്കവ്വനിലാണ്. അപ്പോൾ തക്വീൻ ഉണ്ടെങ്കിലേ മുക്കവ്വൻ ഉണ്ടാവുള്ളൂ, ലോകത്തുള്ള വസ്തുക്കൾ ഉണ്ടാവുള്ളൂ അല്ലേ? വത്തക്വീനു, അപ്പോൾ തക്വീനു ഇൻകാൻ ഐനൽ മുക്കവ്വനി, തക്വീനു തന്നെയാണ് മുക്കവ്വനെങ്കിൽ, അതാണ് അബൂ ലഹുദയിൽ പറയുന്നത്, തക്വീനു തന്നെയാണ് മുക്കവ്വനെങ്കിൽ ലാ യകൂനു ഖായിമൻ ബിദാത്തില്ലാഹി തആല, അള്ളാഹുവിൻ്റെ ദാത്തിൽ അത് നിലനിൽക്കൂല. കാരണം അള്ളാഹു മുക്കവ്വനല്ല. തക്വീൻ എവിടെ നിൽക്കുള്ളൂ? മുക്കവ്വനിൽ മാത്രമേ നിൽക്കുള്ളൂ. അള്ളാഹു മുക്കവ്വനല്ല, അള്ളാഹു മുക്കവ്വിനാവണ്ടേ. അപ്പോൾ അള്ളാഹു അല്ല ഈ ലോകത്തുണ്ടായ വസ്തുക്കളുടെ ഒന്നും മുക്കവ്വിന് എന്ന് വരും. ഇതിനേക്കാളും വലിയൊരു പ്രശ്നം കേട്ടോളിയും, വയ്യസിഹൽ കോലു, ആകപ്പാടെ അൽക്കുൽത്തായ ഒരു വിഷയം വരും. ഇങ്ങനെ പറയേണ്ടി വരും, പിന്നെ ഖാലിഖ് സവാദി ഹാദൽ ഹജർ, ഒരു കറുത്ത കല്ലിൻ്റെ കറുപ്പിനെ ഉണ്ടാക്കിയത് ആരാണ്? അസ്വദാണ്. ആ കറുപ്പിനുണ്ടാക്കിയത് അസ്വദാണ്. ആ കറുപ്പിയായ ഒരു അവസ്ഥയാണ്. വഹാദൽ ഹജറു, എന്നാലോ ഈ കല്ലാണ് ഖാലിഖു സവാദി കറുപ്പിനുണ്ടാക്കിയത്. കല്ലിൻ്റെ കറുപ്പിനുണ്ടാക്കിയത് അസ്വദ്, കറുപ്പിനുണ്ടാക്കിയത് കല്ല്. ഇത് ലാ മഅനാലിൽ ഖാലിഖി വൽ അസ്വദി, എന്നാലോ ഖാലിഖിനും അസ്വദിനും അർത്ഥമുണ്ടാവില്ല എപ്പോഴൊഴികെ ഇല്ലാ മൻ കാമ ബിഹിൽ ഖൽഖു വസ്സവാദു, ഖൽഖ് സവാദ് എന്നിവ നിലനിൽക്കുമ്പോൾ മാത്രമേ ഖാലിഖിനും അസ്വദിനും നിലനിൽപ്പുണ്ടാവുള്ളൂ. അപ്പോൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഖാലിഖായി മാറും. ഫഹുമാ വാഹിദുൻ, ഇവ രണ്ടും ഈ ഖാലിഖും സവാദും ഒന്നാണ്. ഫമഹല്ലുഹുമാ വാഹിദുൻ, അവ ചെയ്യുന്ന പ്രവർത്തനവും അതിൻ്റെ പ്രവർത്തന മണ്ഡലവും ഒന്നായി മാറും. അങ്ങോട്ടും ഇങ്ങോട്ടും ഖാലിഖീങ്ങളായി മാറും. അപ്പോൾ ഇതിങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് ഇദ്ദേഹം ഈ ചെറിയൊരു വാദത്തിലൂടെ കൊണ്ടുവന്നത്. അപ്പോൾ മുക്കവ്വനിലല്ല തക്വീൻ നിൽക്കുന്നത്, മുക്കവ്വിനിലാണ് എന്ന് പറഞ്ഞാൽ സംഗതി വിഷയം തീരുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. നല്ല പ്രയാസമുണ്ടെന്ന് എനിക്കറിയാം, നല്ല ലോജിക്കാണ്. ഒന്ന് ഈ മനസ്സിരുത്തി വായിക്കുക ഇൻഷാ അല്ലാഹ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.